സ്വാഗതം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. 9 വർഷത്തെ LDF ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളെ രക്ഷിക്കാനും കേരളത്തെ കാവ്യവൽക്കരിക്കാനുള്ള BJPയുടെ ശ്രമത്തെ പ്രതിരോധിക്കാനും നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനും ലക്ഷ്യമിട്ടാണ് കോൺഗ്രസും ടീം UDFും തെരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കുന്നത്. ഈ ലക്ഷ്യ സാഫല്യത്തിനാണ് ശക്തരായ സ്ഥാനാർത്ഥികളെ ഇത്തവണ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്പോരിൽ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിലെ വാർഡായ വിനായക നഗറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അരുൺകുമാർ പാലക്കുറിശിയെ കുറിച്ചാണ്. കഠിനാധ്വാനി, ഉജ്ജ്വല പ്രാസംഗികൻ, സംഘാടകൻ, ആത്മാർത്ഥമായ പ്രവർത്തനം മാത്രമല്ല, മണ്ണാർക്കാട് നഗരസഭയിൽ ഇടത് കോട്ടയായ ഉഭയമംഗലം വാർഡിൽ വെല്ലുവിളികൾ നിറഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിളക്കമേറിയ വിജയം നേടിയ അരുൺകുമാർ പാലക്കുറിശിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വൈറലായിരുന്നു. അരുണേ, നീ ഇവിടെ നിന്ന് പോകണ്ട, പൊട്ടിക്കരഞ്ഞ് അരുൺകുമാർ, കെട്ടിപ്പിടിച്ച് അമ്മമാരും എന്ന തലക്കെട്ടോടെ സോഷ്യൽ മീഡിയയിൽ വന്ന ഈ ഒരൊറ്റ വീഡിയോ മതി അരുൺകുമാർ പാലക്കുറിശിയെ അറിയാൻ. 5 വർഷത്തെ ഉഭയമാർഗം വാർഡിലെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുമ്പോൾ വാർഡിലെ ജനങ്ങൾ അരുണിന് നൽകിയ സ്നേഹാദരങ്ങളാണ് വീഡിയോയിലുള്ളത്. മണ്ണാർക്കാട് നഗരസഭയിൽ ഉഭയമാർഗം വാർഡിൽ വെല്ലുവിളികൾ നിറഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിളക്കമേറിയ വിജയം നേടുകയായിരുന്നു അദ്ദേഹം. ഉഭയമാർഗം വാർഡിലെ കൗൺസിലറായിരുന്ന അരുൺകുമാർ ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭയിലെ തന്നെ 17ാം വാർഡായ വിനായക നഗറിലെ UDF സ്ഥാനാർത്ഥിയാണ്. വിനായക നഗർ വാർഡ് കുറെ വർഷങ്ങളായി ഇടതിന്റെ കയ്യിലാണ്. ഈ ഇടത് കോട്ട പൊളിക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് അരുണിനെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം രംഗത്തിറക്കിയത്. ഈ വാർഡിൽ 2 കോളനികളുണ്ട്. ഇവിടേക്ക് റോഡ് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല. ഇവിടേക്കെല്ലാം ഇനിയും വികസനം എത്തേണ്ടതുണ്ട്. ഇടത് കോട്ടയാണെങ്കിൽ കൂടി കാര്യമായ വികസനങ്ങൾ എത്തിയിട്ടില്ലാത്തത് കോൺഗ്രസിനും അരുണിനും അനുകൂലമായേക്കാം. മാത്രമല്ല, അധ്യാപകരും സർക്കാർ ജീവനക്കാരും താമസിക്കുന്ന ചില മേഖലകളും വിനായക നഗറിലുണ്ട്. ഇവരിലേക്ക് അരുണിന്റെ ഉഭയമാർഗം വാർഡിലെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം വാർഡിൽ UDFന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. പൂർണ്ണമായും പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്ന വോട്ടർമാരുള്ള വാർഡാണിത്. അതായത് ഇടതിന് വർഷങ്ങളായി സ്വാധീനമുള്ള വാർഡ്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിജയിക്കുന്നതും അത്ര എളുപ്പമല്ലെന്നത് വ്യക്തമാണ്. രാഷ്ട്രീയം പറഞ്ഞിവിടെ വോട്ട് പിടിക്കാനുമാകില്ല. മറിച്ച് കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയും പ്രവർത്തന മികവ് ജനങ്ങളിൽ എത്തിച്ചും മാത്രമേ വോട്ട് നേടാനാകൂ. ഈ രീതിയിലാണ് UDF സ്ഥാനാർത്ഥി അരുൺകുമാർ പ്രചരണം നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ അരുൺകുമാർ പാലക്കുറിശി ഉഭയമാർഗം വാർഡിൽ തന്ന അവസരത്തിൽ ജനങ്ങൾക്ക് നൽകിയ 100% വാക്കുകളും പാലിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തോടെയാണ് വിനായക നഗറിൽ നിന്നും ജനവിധി തേടുന്നത്. 5 വർഷക്കാല ഉഭയമാർഗം വാർഡിൽ എങ്ങനെയായിരുന്നു വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിരുന്നത്, അങ്ങനെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വികസനങ്ങൾ വിനായക നഗർ വാർഡിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അരുൺ. തനിക്കൊരു വോട്ട് നൽകിയതിന്റെ പേരിൽ ഒരാൾക്കും നഷ്ടവും കുറ്റബോധവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ തലകുനിക്കേണ്ട അവസ്ഥയും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് മാത്രമാണ് അരുണിന് വിനായക നഗർ വാർഡിലെ ജനങ്ങൾക്ക് നൽകാനുള്ളത്. ഒരു കൗൺസിലർ എന്ന നിലയിൽ ഉഭയമാർഗം വാർഡിൽ 100% ജനങ്ങളോട് നീതി പുലർത്തിയ ജനപ്രതിനിധിയാണ് അരുൺ. അതുകൊണ്ട് തന്നെ വിനായക നഗറിൽ അരുൺ വിജയിച്ചാൽ അത് അവിടുത്തെ ജനങ്ങൾക്ക് നേട്ടമായി കരുതാം. നല്ല വികസന സംരംഭങ്ങളിൽ വ്യക്തമായ ശ്രദ്ധ ചെലുത്തുന്ന വാർഡിലെ പുരോഗതിക്കായി സമർപ്പിതനായ വ്യക്തി എന്ന നിലയിൽ ഉഭയമാർഗം വാർഡിൽ നടത്തിയതിനേക്കാൾ വികസനങ്ങൾ ജയിച്ചാൽ നിലവിൽ മത്സരിക്കുന്ന വിനായക നഗർ വാർഡിൽ അരുൺകുമാർ നടത്തുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതിന്റെ സിറ്റിംഗ് സീറ്റായ വിനായക നഗർ വാർഡിൽ അരുണിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. എന്തായാലും സമൂഹത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും മൊത്തത്തിലുള്ള ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധനായ ഒരു ദീർഘവീക്ഷണമുള്ള അരുൺകുമാർ പാലക്കുറിശിയെ പോലുള്ള ജനപ്രതിനിധിയാണ് ജനങ്ങൾക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ വികസനങ്ങൾ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ പ്രാവർത്തികമാകൂ. ചിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ചിത്രമാകെ കുഴഞ്ഞു മറിഞ്ഞ അവിയൽ പരുവമാണെന്ന് പറയേണ്ടി വരും. പഞ്ചായത്തുകളിലും നഗരസഭകളിലുമൊക്കെ പല മുന്നണികൾ ആധിപത്യം പുലർത്തുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. പൊതുവെ ഇടതിന് മേധാവിത്വമുള്ള ജില്ലയാണ് പാലക്കാട്. എന്നാൽ ഇവിടുത്തെ നിയമസഭാ മണ്ഡലവും ലോക്സഭാ സീറ്റും കോൺഗ്രസിനൊപ്പമാണ്. മഴവിൽ നിറമുള്ള പാലക്കാടൻ രാഷ്ട്രീയത്തിൽ ഇത്തവണ മാറ്റമുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് നഗരസഭ ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധാകേന്ദ്രമാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.